ഹല്ലേലൂയ. ഇന്ന് നിങ്ങളോട് ഒരു അനുഭവം പറഞ്ഞ് ഒരു ദൈവവചനമാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു 2-3 വയസ്സുള്ള ഒരു ആൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു 10-25 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇവിടെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി വന്നു. കാഴ്ചയിൽ ആ ഒരു പെൺകുട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ല. ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് ഇങ്ങനെയാണ്. ഞാൻ ജീസസ് യൂത്തിൽ ആക്റ്റീവായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു. എൻ്റെ കുടുംബത്തിൽ ഒരു ദിവസം പോലും പ്രാർത്ഥന മുടങ്ങത്തില്ലായിരുന്നു. ഒരു 25 നോമ്പും ഒരു 50 നോമ്പും എടുക്കാതിരുന്നിട്ടില്ല. ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലെ വെച്ച് ഏറ്റവും ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച ആളാണ്. പക്ഷെ ഒരു പ്രശ്നം, അങ്ങനെ അത്രയും ദൈവത്തോട് ചേർന്നിരി എനിക്ക് ഒരു നല്ല വിവാഹ ജീവിതം തരണ്ടേ അച്ഛാ ദൈവം? എനിക്ക് തന്നത് മഹാമുക്കുടിയനായ ഒരുത്തനെയാണ് എന്റെ കഴുത്തേൽ താലി കെട്ടിയത്. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ്, അതായത് ഈ വിവാഹത്തിന് മുമ്പ്, ഞാൻ ഒരുപാട് പ്രാവശ്യം പ്രാർത്ഥിച്ചു, എനിക്ക് നല്ല ഒരു ജീവിതം തരണേ, സന്തോഷമുള്ള ഒരു ജീവിതം തരണം, സ്നേഹിക്കുന്ന ഒരു ഭർത്താവായിരിക്കണം, എന്നെ അംഗീകരിക്കുന്ന ഒരാളായിരിക്കണം, എന്നോട് പറയുന്ന ഒരാളായിരിക്കണം. ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യം പോലും ദൈവം കേട്ടിട്ടുമില്ല. എന്റെ ഭർത്താവിനെ പോലെ ദുസ്വഭാവമുള്ള ഒരാളെ, മറ്റൊരു വ്യക്തിയെ എന്റെ വീടിരിക്കുന്ന സ്ഥലത്തിന് ചുറ്റോട് ചുറ്റും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഈ വ്യക്തി ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ആള് എന്റെ കഴുത്തിൽ താലി കെട്ടി. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, അച്ഛന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഞാനും ഈ കൊച്ചും കൂടെ ജീവൻ ഒടുക്കുക, മരിക്കുക. അത്രയും ഒരു സാഹചര്യത്തിലാ വന്നേ. എന്താണ് നോർമൽ നമ്മുടെ സാധാരണ ബുദ്ധിയിൽ ഈ കൊച്ചിനോട് നമുക്ക് പറയാൻ, ഈ കുടുംബത്തോട് പറയാനുള്ളത്? ആ പെൺകുട്ടിയുടെ ഭർത്താവ് പള്ളി പോവുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നൊരു വിശ്വാസിയെ അല്ല, ഒരു മാനസിക രോഗിയെ പോലെയാണ്. മദ്യപിച്ചു കഴിഞ്ഞാൽ എന്നാ പറഞ്ഞേ. മാനസിക രോഗി എങ്ങനെയൊക്കെ ചെയ്യുവോ അതുപോലെ ഒരു അവസ്ഥയാണ് എൻ്റെ ഭർത്താവിന് മദ്യം കഴിച്ചാലുള്ള അവസ്ഥ. എന്ന് വിചാരിച്ച് ഇയാൾ മദ്യപാനം നിർത്തുവോ? ഇല്ല, എന്നും കുടി. രാത്രി 8-9 മണിയാകുമ്പോൾ വരും. വന്നാൽ പിന്നെ അടുത്ത ട്രിപ്പ് കുടിക്കാൻ വേണ്ടി ക്ലബിലേക്ക് പോകും. അവിടെ കുറെ കൂട്ടുകാര് വീണ്ടും മദ്യം കഴിച്ച്, ലക്കുമില്ല ലഗാനവുമില്ല, ഒരു 10-11:30 ആവുമെന്ന് അടുക്കളയിൽ പോയി ഭക്ഷണം എടുത്ത് കഴിച്ച്, പിന്നെ ഒരു മനുഷ്യനെയും വീട്ടിൽ ഉറക്കത്തില്ല. പ്രാർത്ഥിച്ച് എനിക്ക് എന്ന് ഉപവാസം എടുത്ത് എനിക്ക് എന്റെ കഴുത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരാൾ താലി കെട്ടി എന്റെ ജീവിതം തകർത്തത്? ദൈവം എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വിഷയത്തോട് ഞാൻ ഈ പെൺകുട്ടിക്ക് ഒരു ഉത്തരവില്ല എനിക്ക് കൊടുക്കാൻ. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഒരു കാര്യം ചെയ്യുക, ഇന്ന സ്ഥലത്തിരുന്ന് കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിക്കുക, അപ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ഉത്തരം ദൈവം തരും. ഞാൻ മാറിപ്പോയി. എന്റെ കയ്യിൽ ഈ ബൈബിളായിരുന്നു. ഈ ബൈബിൾ തന്നെ ഞാൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് തടവറയിലെ അത്ഭുതം എന്ന ദൈവവചനമാണ്. അന്നേരമാണ് ഞാൻ ഈ പാട്ടുകടലാസ് കൊണ്ട് ആ ബൈബിൾ ഭാഗം നോട്ട് ചെയ്തു വെച്ചു. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ 25 മുതലുള്ള വാക്യങ്ങളാണ് കാണാനും വായിക്കാനും ഇടവന്നത്. പെൺകുട്ടിയുടെ അനുഭവം ഏകദേശം ഇതുപോലെയാണ്, ഒരു തടവറയിലിട്ട പോലെ അനുഭവം. എന്നോട് പറഞ്ഞു കേട്ടാൽ നമ്മൾ പെട്ടെന്ന് വിഷമിക്കും. ഈ ചെറിയ കൊച്ചിനെയും കൊണ്ട് ഈ പെൺകുട്ടി ഇവിടുന്ന് പോകുമ്പോൾ നേരെ ഭർത്താവിന്റെ വീട്ടിലേക്കോ അവളുടെ വീട്ടിലേക്കോ അല്ല പോകാൻ ആഗ്രഹിച്ചത്. തീർച്ചയായും ജീവൻ അവസാനിപ്പിക്കുക, മരിക്കുക, ജീവിക്കാൻ പറ്റത്തില്ല ആ വ്യക്തിയുടെ കൂടെ. അങ്ങനെ ഇതിനെന്ത് ഉത്തരം കൊടുക്കും? നിങ്ങൾ എന്ത് ഉത്തരം കൊടുക്കുമെന്ന് ഭാവനയിൽ കണ്ടുകൊള്ളുക. നിങ്ങൾ എന്തായിരിക്കും ഉത്തരം കൊടുക്കുക? ചിലപ്പോൾ ഒറ്റ വാക്ക് കേട്ടാവോ പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെയൊക്കെയല്ലേ ഈ പെൺകുട്ടിക്ക് കിട്ടിയത്, പിന്നെ നമ്മൾ എന്തിനാ കുറെ പ്രാർത്ഥിക്കുന്നേ എന്നായിരിക്കും നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് തോന്നുന്നത്. എന്നാൽ ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ ഈ ബൈബിൾ വചനവുമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു ഉത്തരം, എന്റെ ജീവിതം തന്നെ എനിക്കൊരു ഉത്തരമായിട്ട് വന്നു.
എൻ്റെ അമ്മയെ എൻ്റെ അമ്മ വിവാഹം കഴിച്ചത് ശരിക്കും ഭയങ്കരമായി മദ്യപിക്കുന്ന ഒരാളെ തന്നെയാണ്. എൻ്റെ അപ്പച്ചൻ ഭയങ്കര മദ്യപാനിയായിരുന്നു, ഭയങ്കര മദ്യം. ഞാൻ ചെറുപ്പകാലം മുതൽ കണ്ടത്. അപ്പൊ എനിക്ക് എൻ്റെ വീട്ടിലെ ഒരു അനുഭവം ദൈവം എൻ്റെ കണ്ണിൽ ഇങ്ങനെ കാണിച്ചു തരുക, എൻ്റെ മുമ്പിൽ ഈ വചനം കാണിച്ചു തരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ അമ്മ ഒരു നല്ല കുടുംബത്തിലാണ് ജനിച്ചത്, നല്ല പ്രാർത്ഥനയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് വളർന്നത്. എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ എല്ലാവരും ദൈവവിശ്വാസികളാണ്. പക്ഷെ എൻ്റെ അമ്മയെ വിവാഹം കഴിച്ചതാണെങ്കിലോ നന്നായിട്ട് മദ്യപിക്കുന്ന, പ്രശ്നം ഉണ്ടാക്കുന്ന, വഴക്കുണ്ടാക്കുന്ന ഒരാളെയാണ്. എത്ര നാളുകൾ. പക്ഷെ ഇന്ന് എനിക്ക് 32 വയസ്സായി. 32 വയസ്സായി ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാണ്. ഈ പെൺകുട്ടി പറഞ്ഞ അനുഭവം വെച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ അമ്മയെ എന്തിനാണ് ഇങ്ങനെ ഒരാള് താലി കെട്ടാൻ ഒരു കുടുംബജീവിതം ദൈവം ഒരുക്കി തന്നത്? എന്തിനാണ്? നല്ലൊരു കുടുംബത്തിലല്ലേ വളർന്നേ? ഒരു ശിക്ഷ പോലെയാണല്ലോ തോന്നുന്നത്. അപ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടി. ഇന്ന് എൻ്റെ അപ്പച്ചൻ പള്ളിയിൽ പോകും, എൻ്റെ അപ്പച്ചൻ നന്നായിട്ട് പ്രാർത്ഥിക്കും, രാവിലെ എഴുന്നേറ്റ് ശാലോം വയ്ക്കും, കൈ വിരിച്ചു പിടിച്ച് വരെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. ഇന്ന് അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചതാണ്, എൻ്റെ അമ്മയെ ദൈവത്തെ അറിഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവവിശ്വാസത്തിൽ വളർന്നു വന്ന ഒരാൾക്ക് എന്തിനാ ഇങ്ങനെ ഒരാളെ കൊടുത്തെന്നുള്ള ഉത്തരവ് ഇതാണ്. എൻ്റെ അമ്മയിലൂടെയാണ് എൻ്റെ അപ്പച്ചൻ ദൈവത്തെ അറിഞ്ഞത്. എൻ്റെ അമ്മയിലൂടെയാണ് എൻ്റെ അപ്പച്ചൻ ദേവാലയത്തിൽ പോകുന്ന കാര്യത്തിൽ ഒരാഗ്രഹം ഉണ്ടായത്. എൻ്റെ അമ്മയിലൂടെയാണ് എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞത്. ഞാനിത് ശരിക്കും ചിന്തിച്ചു. ഈ പെൺകുട്ടി പറഞ്ഞ അതേ അനുഭവം എൻ്റെ അമ്മയ്ക്കും നിശ്ചിത വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ അമ്മ ഇങ്ങനെ ഉടനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കേസ് കൊടുത്ത് ഡൈവേഴ്സിന് ഉള്ള കാര്യങ്ങളാ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ചാച്ചൻ ഒരിക്കലും ദൈവത്തെ അറിയില്ലായിരുന്നു. ഞാനും ഇത്രയൊന്നും ദൈവസ്നേഹം, ദൈവത്തിന്റെ പരിപാലന അറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചു. കുറച്ചു കഴിഞ്ഞ് ഈ ദൈവവചനം ഞാൻ ചിന്തിച്ച് ഞാൻ ഈ ദൈവവചനം വായിച്ചു. അപ്പോൾ ഇതെല്ലാം സെയിം ആയിട്ട് ഒരേ കാറ്റഗറി കിടക്കുക. ഇതെല്ലാം ദൈവവചനം എന്നറിയോ? പൗലോസിനെയും സീലാസിനെയും ജയിലിൽ പിടിച്ചിട്ടു. ജയിലിൽ പൗലോസ് സീലാസും ആരാന്നറിയോ? ഒരു മോശ സ്വഭാവമായിട്ട് നടന്ന ആൾക്കാരൊന്നുമല്ല. ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവവചനം അനുസരിച്ച് നടന്നയാളാ പൗലോസും സീലാസും. ഇത്രയും നന്നായിട്ട് ജീവിച്ചിട്ട് എന്തിനാ പൗലോസിനും സീലാസിനും ജയില് കൊടുത്തേ? ഞാൻ അങ്ങനെ ഒരു ചോദ്യത്തോടുകൂടി ബൈബിൾ വായിച്ചു. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം വായിച്ചു നോക്കുക. നന്നായിട്ട് ജീവിച്ച ദൈവത്തോട് ചേർന്ന് നിന്ന പൗലോസ്ലീഹായെ എന്തിനാണ് ജയിലിൽ പിടിച്ചിട്ടത്? ദൈവത്തോട് ചേർന്ന് നിന്ന സീലാസിനെ എന്തിനാണ് ജയിലിൽ പിടിച്ചിട്ടത്? ഈ പാവപ്പെട്ട നല്ല മനുഷ്യർക്ക് എന്തിനാ ഇങ്ങനെ ഒരു അനുഭവം കൊടുത്തേ? ഇവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അപ്പോൾ അതിനകത്ത് തന്നെ ഉത്തരവുണ്ട്. ദൈവം നമ്മളോട് സംസാരിച്ച ഉത്തരം ഇങ്ങനെയാണ്. പൗലോസും സീലാസും ആ ജയിലിൽ വന്നതുകൊണ്ട് ഒരത്ഭുതം നടന്നു. ആ ജയിലിൽ അന്നേരം ഉണ്ടായിരുന്ന ജയിൽ പുള്ളികളൊന്നും ദൈവത്തെ അറിഞ്ഞവരോ ദൈവസ്നേഹം അനുഭവിച്ചവരോ അല്ലായിരുന്നു. പൗലോസ്ലീഹ മാത്രമാണ് ദൈവത്തെ അറിഞ്ഞത്, അല്ലെങ്കിൽ സീലാസ് മാത്രമാണ് ദൈവത്തെ അറിഞ്ഞത്. പൗലോസും സീലാസും ദൈവത്തെ അറിഞ്ഞ ഒരാൾ ദൈവത്തെ അറിയാത്ത ഒരു വലിയ ജയിലിനകത്ത് ചെന്നപ്പോ സംഭവിച്ചത്, പൗലോസും സീലാസിലൂടെയും ആ ജയിലിലുണ്ടായിരുന്നവർ മുഴുവൻ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് അടുത്തു. ഹല്ലേലൂയ. ഈ പൗലോസിന്റെയും സീലാസിന്റെയും സ്ഥാനത്ത് ദൈവവിശ്വാസം ഇല്ല, പ്രാർത്ഥനയില്ല, ഒരു ദൈവവിചാരം ഇല്ലാത്ത ഒരുത്തൻ ആ ജയിലിൽ പോകുന്നെങ്കിലോ ആ ജയിലിലുണ്ടായിരുന്ന ഒരാൾ പോലും ദൈവത്തെ അറിയുകയോ ദൈവത്തെ അടുക്കുകയോ ചെയ്യത്തില്ല. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാൻ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി ഈ പെൺകുട്ടി ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ഭയങ്കര മദ്യപാനിയാണ്, ഒരു രക്ഷയില്ല ഒരുമിച്ച് ജീവിക്കാൻ, ഒരു മാനസിക രോഗിയെ പോലെയാണ് മദ്യം ചെന്നാലുള്ള അവസ്ഥ. അതുകൊണ്ട് മരിക്കാനൊക്കെയല്ല തീരുമാനിച്ചേ. എനിക്ക് ദൈവം ഒരു ഉത്തരം തന്നിട്ടുണ്ട് സഹോദരി, ഒരു ഉത്തരം തന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു, ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിന്ന ഒരാളൊക്കെ അല്ലേ, പക്ഷെ എന്തിനാ ഇങ്ങനെ ഒരാളെ തന്നേന്നല്ലേ ചോദിച്ചേ? ഉത്തരവിതാണ്, നിങ്ങൾ ഒരാളിലൂടെ വേണം ഈ ദൈവവിശ്വാസം ഇല്ലാത്ത ഈ ഭർത്താവിനെ എവിടെ എത്തിക്കാൻ? ദൈവത്തോട് അടുത്തെത്തിക്കാൻ. ഹല്ലേലൂയ. അത് ഈ ഒരൊറ്റ വ്യക്തിയിലൂടെ നടക്കത്തുള്ളൂ. ഇയാളെ പോലെ തന്നെ വേറൊരു
ദേഷ്യ സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെയാണ് ഈ വ്യക്തി കല്യാണം കഴിച്ചെങ്കിൽ പണ്ടേ രണ്ടും രണ്ട് വഴിക്കായി പോയനെ. രണ്ടും രണ്ട് വഴിക്ക് പോയനെ. ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റിയല്ല. കൊച്ചിനെ എടുത്തുകൊണ്ട് അവളുടെ വീട്ടിലേക്കും രണ്ടും രണ്ട് വഴിയായനെ. രണ്ടും രണ്ട് വഴിയാകാനല്ല ദൈവം ചില കുടുംബജീവിതം ഒരുക്കി തരുന്നത്. ശ്രദ്ധിച്ചേ, ചിലപ്പോൾ നിങ്ങൾക്കും ഒരു വിഷമം ഉണ്ടാവും. എനിക്ക് ഇങ്ങനത്തെ ഒരു ഭർത്താവിനെയാണല്ലോ തന്നെ, എനിക്ക് ഇങ്ങനത്തെ ഒരു ഭാര്യയാണല്ലോ കിട്ടിയത്, എന്താ എൻ്റെ മക്കൾ ഇങ്ങനെ, ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ലല്ലോ. എന്നാൽ ദൈവവചനം കേൾക്കുന്ന ഈ ചെറിയ സമൂഹത്തോട് പറയട്ടെ, നിങ്ങളിലൂടെ ആയിരിക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർ, നിങ്ങളെ അറിയുന്ന പലരും ദൈവത്തെ അറിയാൻ ഇടവരുക. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തിക്താനുഭവങ്ങളെ കണ്ടു നോക്കിക്കേ. അല്ലെങ്കിൽ ബൈബിളിൽ ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ലല്ലോ. പൗലോസിനെയും സീലാസിനെയും ജയിലിൽ പിടിച്ചിടേണ്ട കാര്യമില്ല. പൗലോസ് അവിടെ ചെന്നപ്പോൾ പൗലോസിന്റെ പണി അങ്ങ് എടുത്തു. എന്താ പൗലോസിന്റെ പണി? പൗലോസ് ജയിലിൽ ചെന്നപ്പോഴും ദൈവത്തെക്കുറിച്ച് പറഞ്ഞു, ജയിലിൽ ചെന്നപ്പോഴും ദൈവസ്നേഹത്തെ വർണ്ണിച്ചു. അവിടെയുള്ള ആളുകൾ മുഴുവൻ പൗലോസ് ശ്ലീഹായിലൂടെ ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വളരെ യാഥാർത്ഥ്യമാണ്. ഞാൻ എൻ്റെ കുടുംബത്തിലെ അനുഭവം പറഞ്ഞില്ലേ. എൻ്റെ കുടുംബത്തിലെ ഞാനും എൻ്റെ അപ്പച്ചനും സഹോദരനും ഒക്കെ ദൈവത്തെ അറിഞ്ഞത് എൻ്റെ അമ്മയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ, എന്നാലും നമ്മൾ ചിന്തിക്കും, എൻ്റെ അമ്മയ്ക്ക് എന്തിനാ ഇത്രയും സഹനം കൊടുത്തേ? ചില സഹനങ്ങൾ ചില ആൾക്കാർക്ക് കൊടുക്കുന്നത് ആ വ്യക്തിയിലൂടെ ആ കുടുംബം ചിലപ്പോൾ ദൈവം രക്ഷപ്പെടാനുള്ള ഒരു രക്ഷാകര പദ്ധതിയായിരിക്കും ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ധ്യാനം കഴിഞ്ഞു പോയൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു രോഗമുണ്ടായിരുന്നു. ആ രോഗം സുഖപ്പെട്ടു. ആ രോഗം ഇതാണ്: യൂറിന് പകരം ബ്ലഡ് പോകുന്ന രോഗമാണ്. ഇതാരോടും പറയാൻ പറ്റത്തൊന്നുമില്ല. ആ രോഗത്തിന് പെട്ട ഒരാളാണ്. പക്ഷെ അദ്ദേഹം ഒരു പ്രത്യേക തരത്തിലുള്ള കഞ്ചാവ്, ഒരു ലഹരി, 15 രൂപയാണ് അതിന്റെ വില, അത് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള 2 പേരും വാടക ഗുണ്ടകളാണ്. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ഉടനെ പറയാണ്, ഇന്നലത്തെ ആരാധനയുടെ സമയത്ത് ഇവനിങ്ങനെ തീരുമാനിച്ചു, അല്ല മിനിഞ്ഞാന്നത്തെ ആരാധനയുടെ സമയത്ത് തീരുമാനിച്ചു, ഞാൻ ഇനി ആ 15 രൂപ കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് വലിക്കുന്ന ആ ലഹരി ഉപയോഗിക്കത്തില്ല എന്ന് തീരുമാനിച്ച് അന്ന് ആരാധനയുടെ സമയത്ത് അവന്റെ ചങ്ക് ഒന്ന് വിറയ്ക്കുന്ന പോലെ തോന്നി. ചങ്ക് വിറയ്ക്കുന്ന പോലെ. അവന് വല്ല അറ്റാക്കിന്റെ ആരംഭമാണോ? അവൻ തന്നെ ഇങ്ങനെ കൈകൊണ്ട് അടിച്ചു. കുറച്ചു കഴിഞ്ഞ് അവൻ ആരാധന കഴിഞ്ഞ് എപ്പം യൂറിൻ പാസ് ചെയ്താലും ഭയങ്കര വേദനയും ബ്ലഡുമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവന് തന്നെ പേടിയായിരുന്നു. വളരെ ചെറുപ്പക്കാരനാണ്, പേടിയായിരുന്നു. അവൻ ഉള്ളിൽ പേടിയുണ്ട്. പക്ഷെ അവൻ ആരോടും പറയത്തില്ലായിരുന്നു. അവനിങ്ങനെ എവിടെയെങ്കിലും ദൂരെ ഒരു സ്ഥലത്ത് പോയി ആശുപത്രി കാണിക്കണം ഒന്ന് പേടിയുണ്ടായിരുന്നു ഉള്ളിൽ. ഇത് ക്യാൻസർ ആണോ എന്ന് പോലും അവന്റെ ഉള്ളിലുള്ള ഭയം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ പറയാണ്, ആരാധന കഴിഞ്ഞ് ഉടനെ പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ടോയ്ലറ്റിൽ പോയി. ഞാൻ ആദ്യം നോക്കിയത് എൻ്റെ ഈ അസുഖത്തിന് വല്ല മാറ്റം ഉണ്ടോന്നാണ്. അവൻ പറയുന്നു, ബുധൻ കഴിഞ്ഞ് വ്യാഴം വെള്ളി, അതായത് ഇന്ന് രാവിലെ വരെ അത്ഭുതം എന്ന് പറയട്ടെ, ബ്ലഡ് പോയിട്ടില്ല. ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ യൂറിൻ പോകുമോ അതേ അവസ്ഥ എനിക്ക് തന്നു. എന്നിട്ട് അയാൾ ഇന്നലെ വൈകുന്നേരം മൈക്കെടുത്ത് അയാൾ പറഞ്ഞു, എൻ്റെ 2 സുഹൃത്തുക്കൾ, എൻ്റെ ചങ്കായി നിൽക്കുന്ന 2 സുഹൃത്തുക്കൾ വാടക ഗുണ്ടകളാണ്, ലഹരിക്ക് അടിമപ്പെട്ടവരാണ്. അവരെ ഞാൻ ഇവിടെ കൊണ്ടുവരും. ഇത് രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞതല്ല, പരസ്യമായി മൈക്കെടുത്ത് ഇന്നലെ പറഞ്ഞതാണ്. അവരെ ഞാനിവിടെ കൊണ്ടുവരും. അടുത്ത ധ്യാനത്തിന് ഞാനിവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരുന്നിട്ട് ഈ 2 പേരെ ഞാനിവിടെ കൊണ്ടുവന്ന് അവർക്ക് കാവലിരിക്കും വെച്ചാ. അപ്പൊ നോക്കിക്ക്, ചില സങ്കടങ്ങളും ചില വേദനകളും നമുക്ക് ദൈവം തരുന്ന എന്തിനാ? ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും, ചിലപ്പോൾ ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന പലരും നമ്മളിലൂടെ ദൈവത്തെ അറിയാനാണ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മുമ്പേ പാടിയോലെ പാടും, എല്ലാം നിസ്സാരമാണ്, എല്ലാം നിസ്സാരമാണ്. അതിനകത്ത് പാടിയില്ലേ, നീ പാതാളത്തോളം നീ താണാലും എവിടം വരെ നിന്നെ ദൈവം ഉയർത്തും? ദൈവം നിന്നെ ആകാശത്തോളം ഉയർത്തും. ആകാശത്തോളം നിന്നെ സമൃദ്ധിയായി ഉയർത്തുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്. എല്ലാം പറഞ്ഞ് ഹല്ലേലൂയ. ഇന്നലെ 128ഓളം പേര് നമുക്കിവിടെ കിടക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ കട്ടിലിന്റെ അടിയിൽ വരെയായി ഇന്നലെ ആളുകൾ ഈ ഒരാഴ്ച ധ്യാനം കൂടി കിടന്നത്. ഒരു മുറിയിൽ 2 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുള്ളൂ. അതിനകത്ത് 4 പേരും 5 പേരും കിടന്നിട്ട് ഞങ്ങൾ ധ്യാനത്തിന് വന്നവർ 80 പേർക്ക് 85 പേർക്കുള്ള സൗകര്യം ന്യായമായിട്ടുള്ളൂ. 120 ആളുകൾ വന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ പോകത്തില്ല, എന്തായാലും പോകത്തില്ല, ഇവിടെ എവിടെയെങ്കിലും കിടക്കും. അങ്ങനെ 10 പേര് കിടക്കുന്നിടത്ത് 18 പേരും കിടന്ന് ധ്യാനം കഴിഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്നുള്ളവർ, തിരുവനന്തപുരത്ത് നിന്നുള്ളവരൊക്കെ ധ്യാനം കൂടിയിട്ട് ദൈവത്തെ അറിഞ്ഞ് മഹത്വപ്പെടുത്തി ജീവിതത്തിൽ മാറ്റം വരുത്തി പോകുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ കഴിയും, ഓരോ സഹനങ്ങളും അനേകം ആളുകൾ ദൈവത്തെ അറിയാൻ ദൈവം ഇന്നും ഉപയോഗിക്കുന്നുണ്ട് പല സഹനങ്ങളെയുമെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് അഭിമാനത്തോടെ പറയട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന,
ഞാൻ അനുഭവിക്കുന്ന അല്ലെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ സഹനങ്ങളും നമ്മളെ പാതാളത്തോളം താഴ്ത്തി തകർക്കാനല്ല, പാതാളത്തോളം ചവിട്ടി താഴ്ത്താനല്ല, പിന്നെയോ ആകാശത്തോളം നിന്നെയും നമ്മുടെ കൂടെയുള്ളവരെയും ഉയർത്താൻ ദൈവം ഉപകരണമാക്കുന്നതാണ്. ഒരു സങ്കടത്തിലും പതറരുത്. എല്ലാ സങ്കടങ്ങളും ദൈവം കൈക്ക് പിടിച്ചെന്ന് ഉയർത്തുന്ന അനുഭവമായിരിക്കും നമുക്ക് ദൈവം നൽകുന്നത്. ഹല്ലേലൂയ. ഒരു ദിവസം കഴിഞ്ഞ ധ്യാനത്തിന് നമ്മളിവിടെ പ്രാർത്ഥിച്ച് നൽകുന്ന ചെറിയ ഹോമിയോ കുപ്പിക്കകത്ത് കൊടുക്കുന്ന അല്ല ചെറിയ പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് കൊടുക്കുന്ന വെളിച്ചെണ്ണയുണ്ടല്ലോ, അതിന്റെ അത്ഭുതം ഞാൻ ആദ്യമായി എൻ്റെ കൺമുമ്പിൽ കാണുന്നത് ഇവിടെയാണ്. അത് ബുധനാഴ്ച ദിവസമാണ്, അതായത് മിനിഞ്ഞാന്ന്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ എല്ലാവരും അത്ഭുതമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് വരെ ഒരു അത്ഭുതവും കണ്ടിട്ടില്ല. അത്ഭുതം പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇവിടെ ചൊവ്വാഴ്ച വൈകുന്നേരം ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന ആന്റണി എന്ന് പേരുള്ള ആൾ, അദ്ദേഹം മാവ് കുഴച്ചു വെക്കുന്നത് ഞാൻ കണ്ടു. അത് മാവ് പുളിച്ചു വരണം. രാവിലെ ബുധനാഴ്ച രാവിലെ ആ അടുക്കളയിൽ ചെല്ലുമ്പോൾ എല്ലാരും ദുഃഖത്തിൽ നിൽക്കുവാണ്. എല്ലാരും മാവ് പുളിച്ചില്ല, എന്നാ ചെയ്യും? 140 പേരുണ്ട് ഇവിടെ. എന്ത് ചെയ്യും? മാവ് കുഴച്ച് അത്രേ ഇരിക്കുക, എന്തേരെ കുഴച്ച് ഇന്നലെ വെച്ചോ അതുപോലെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ട്രിപ്പ് ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഇഡലി എന്നോട് വെറുതെ നോക്കച്ച, ഇതാപോലത്തെ ഇഡലി, ചിരട്ട കഷ്ണം പോലെ ഇരിക്കുന്ന ഒരു പ്രത്യേകതരം ഇഡലി, ഒരു മരക്കഷ്ണം പോലെ, ഇത് കൊടുക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ ഉടനെ ഇവിടെ പള്ളിയുടെ അവിടെ വന്ന് നമ്മൾ വെഞ്ചരിച്ച് വച്ചിരുന്ന എണ്ണ എടുത്തുകൊണ്ട്, ഒരു കുപ്പി എണ്ണ എടുത്തുകൊണ്ട് കൊണ്ടുപോയി ആ വ്യക്തി സങ്കടത്തോടെ ഒഴിച്ചിട്ട് ഇളക്കി മൂടി വെച്ചു. എന്നിട്ട് കൈ കെട്ടി അവിടെ നിന്ന് 15 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ അത്ഭുതമാണോ, ഞാൻ ഇത് എൻ്റെ സ്വയം സൃഷ്ടിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അവിടെയുള്ള ആളുകളൊക്കെ ഞങ്ങൾ നോക്കുന്നു. 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ മാവ് പൊളിച്ചതിന് മുകളിൽ കൂടെ വന്നു. എന്നിട്ട് ഇഡലി ഉണ്ടാക്കിയിട്ട് 140 പേർക്ക് ഇഡലി ഉണ്ടാക്കിയിട്ട് ഇഡലി മിച്ചമാണ്. അതായത് നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കാര്യത്തിൽ പോലും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ കൺമുമ്പിൽ നടക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പറയാൻ വേണ്ടി വന്നതല്ല. എന്നാൽ ഒറ്റ കാര്യം മറക്കരുത്, ഒറ്റ കാര്യം ഇപ്പൊ കേട്ടത്. ഏത്? ചില സങ്കടങ്ങളൊക്കെ എന്തിനാണ് എനിക്ക്? എന്നിലൂടെ എൻ്റെ കുടുംബത്തിലുള്ള ചിലർ ദൈവത്തെ അറിയാനും ദൈവത്തോട് അടുക്കാനും ഉണ്ട്. ഹല്ലേലൂയ. ഒരു ജെയ്സൺ ഇവിടെ സാക്ഷ്യം പറഞ്ഞില്ലേ? ജെയ്സൺ, പനഞ്ചിറയിലുള്ള ജെയ്സൺ സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ അമ്മ ഇവിടെ ഉണ്ട്. അവൻ കഞ്ചാവിന് അടിമയായിരുന്നു. വാടക ഗുണ്ട പോലെ നടന്ന ആളാണ്. ആരെ തല്ലണമെങ്കിലും തല്ലാൻ പോയിക്കൊണ്ടിരുന്ന ആളാണ്. അവന്റെ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒന്നല്ല 1-2 വർഷത്തിലധികം പ്രാർത്ഥിച്ച് ആ മകൻ ഇന്ന് അവന്റെ കയ്യിൽ ഒരു കുരിശുരൂപം പോലും കൈ പിടിച്ചാണ് ഇന്ന് ബാംഗ്ലൂര് ഒരു കമ്പ്യൂട്ടർ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം. ഒരമ്മയുടെ സഹനം കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് ആളുകൾ ചിന്തിക്കുന്ന മകൻ പോലും ദൈവത്തിങ്കിലേക്ക് അടുത്തേക്ക് വരികയാണ്. എല്ലാ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാറ്റി ദൈവത്തെ അറിഞ്ഞ് ദൈവവിശ്വാസിയായ ഒരു മകനായി മാറി. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു, നമ്മുടെ ഓരോ സഹനങ്ങളും, നമ്മുടെ ഓരോ വേദനകളും നമ്മളിലൂടെ ചില ആളുകൾ ദൈവത്തെ അറിയാനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ ഒരൊറ്റ വചനം മതി. ഇന്ന് ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് 10-25 വയസ്സുള്ള ഒരു പെൺകുട്ടി പറയുക, ഞാൻ ഇവിടുന്ന് പോയി വഴിയിൽ വെച്ച് അല്ലെങ്കിൽ മരിക്കും. ഞാൻ എൻ്റെ വീട്ടിലേക്കോ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്കോ അല്ല പോകുന്നേ, ഇവിടുന്ന് പോയി ജീവൻ ഒടുക്കാനാ പോകുന്നേ. എന്താ കാരണം? ഞാൻ എന്നും പ്രാർത്ഥിച്ചിട്ട്, ഞാൻ എന്നും ദൈവത്തെ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയത്, എൻ്റെ കഴുത്തെ താലി കെട്ടിയത് മുക്കുടിയനായ, കുടിച്ചാൽ മാനസിക രോഗിയെ പോലെ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരാളെയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് എനിക്കിനി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്താ അങ്ങനെ? മാനുഷിക ബുദ്ധിയിൽ നോക്കിയാൽ കഷ്ടം. എന്നാൽ ദൈവത്തോട് ചോദിച്ചു, എന്താ അങ്ങനെ? അപ്പോൾ ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ബൈബിൾ എടുത്ത് വായിക്ക്. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം എടുത്ത് വായിക്ക്. അവിടെ എന്നാ എഴുതിയിരിക്കുന്നത്? പൗലോസിന് എന്തിനാ ജയില് കൊടുത്ത്? സീലാസിന് എന്തിനാ അങ്ങനെ ഒരു ശിക്ഷണം കൊടുത്ത്? പൗലോസിനും സീലാസിനും എന്തിനാ സഹനം കൊടുത്ത്? പൗലോസിലെയും സീലാസിലൂടെയുമാ ഒരു ജയിലിലുള്ള ഒരുപാട് പേർ സത്യ ദൈവത്തെ അറിഞ്ഞത്, ദൈവത്തെ അടുത്തത്, ദൈവത്തോട് പ്രാർത്ഥിച്ചത്, ദൈവസ്നേഹം അറിഞ്ഞത്. ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ചില സഹനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ചില ആളുകൾ ദൈവസ്നേഹം അറിയാൻ, ദൈവത്തോട് അടുക്കാൻ, ദൈവത്തെ അറിയാൻ ഇടവരും. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഏത് സങ്കടത്തിലും ഏത് ദുഃഖത്തിലും നമ്മളോട് പറയുന്നത് ഇങ്ങനെയാ. പ്രിയപ്പെട്ടവരെ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സാംസൺ എന്ന് പറയുന്ന
ഗിദെയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നീ കൂടെ ഉണ്ടെങ്കിൽ ഈ സങ്കടമൊക്കെ ഞങ്ങൾക്ക് വരുന്നത് എന്നാന്ന്? നീ കൂടെ ഉണ്ടായിട്ട് എന്നാ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും മാറാത്തെന്ന്? ദൈവമേ, നീ കൂടെ ഉണ്ടായിട്ടും എന്റെ കുടുംബത്തിന്റെ കടബാധ്യതയൊന്നും മാറാത്ത എന്നാ? അപ്പോൾ ഗിദെയോനോട് ദൈവം പറഞ്ഞു, നിന്റെ പ്രശ്നങ്ങൾ മാറാത്ത എന്നാന്നല്ല പറഞ്ഞത്, ഇപ്പോൾ മുതൽ നിന്റെ പ്രശ്നത്തിനൊരു മാറ്റം വരും, ഇവിടം തൊട്ട് നീ ഉയരാൻ പോവുകയാണെന്നാണ് ഗിദെയോനോട് ദൈവം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ദൈവവചനത്തിലൂടെ പ്രിയപ്പെട്ടവരായ നിങ്ങളോട് പറയട്ടെ, ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എന്താ കടബാധ്യത മാറാത്തെ? എന്റെ മക്കൾ എന്നാ നന്നാവാത്തെ? എന്റെ കൊച്ചിന്റെ കല്യാണം എന്നാ നടക്കാത്തെ? എനിക്കെന്നാ ഒരു ജോലി കിട്ടാത്തെ? എന്റെ വീട് പണി എന്നാ പൂർത്തിയാകാത്തെ? എന്റെ രോഗം എന്നാ സുഖപ്പെടാത്തെ? എനിക്ക് നല്ലൊരു ഭാവി ഇല്ലാതെ പോയത് എന്താ? ഇങ്ങനെ ചോദിക്കുന്ന നമ്മളോട് ദൈവം പറയുന്നതൊരു കാര്യം, ഇന്നു മുതൽ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ആ വിഷയത്തിന് മേൽ ഒരു മാറ്റം ഉണ്ടാവുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ തുടങ്ങുന്ന, സമൃദ്ധിയായി അനുഗ്രഹിക്കാൻ തുടങ്ങുന്ന ഒരു ദിവസമാണിന്ന്. നമുക്ക് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. മനസ്സിലൊന്ന് പറയുക, എന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന ദൈവം, എന്നെ സമൃദ്ധിയായി എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം, അനുഗ്രഹത്തിന്റെ ഉറവിടമാണ് ദൈവം. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ എവിടെയെല്ലാം നിങ്ങൾക്ക് സമൃദ്ധിയായ അനുഗ്രഹം വേണം ഒന്ന് കണ്ടു നോക്ക്. എവിടെയൊക്കെ നിങ്ങൾക്ക് സമൃദ്ധിയായ അനുഗ്രഹം വേണം, നിങ്ങളുടെ മക്കൾ നന്നായി പഠിച്ച് മിടുക്കരാകുന്ന ഒരു സമൃദ്ധിയായ അനുഗ്രഹം നിങ്ങൾക്ക് വേണോ? നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പറമ്പ്, കൃഷി, ഇഞ്ചി, കാപ്പി, മുളക് ഒക്കെ അതൊക്കെ വിളവെടുക്കാൻ പോകുന്ന ഒരു കാലമാണ്. അവിടെയെല്ലാം ദൈവത്തിൽ നിന്ന് സമൃദ്ധിയായ ഒരു അനുഗ്രഹം വേണോ? നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുക. സമൃദ്ധിയായ അനുഗ്രഹം. നിങ്ങളുടെ ബിസിനസ് കടം കയറി കിടക്കുക, വിൽക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക, അവിടെ ഒരു ദൈവാനുഗ്രഹം വേണോ? അല്ല, ഒരു സമൃദ്ധിയായ അനുഗ്രഹം വേണോ? ആ ഒരു ബിസിനസ്സിനെ സമർപ്പിക്കുക. നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ ഒരു സന്തോഷ സമാധാനത്തിലല്ല, ഒരു കഷ്ടതയിലൂടെ കടന്നു പോവുക. നിങ്ങൾക്കൊരു അനുഗ്രഹം, സമൃദ്ധിയായ ഒരു അനുഗ്രഹം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബത്തിൽ വേണോ? ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ സമൃദ്ധിയായ അനുഗ്രഹം വേണ്ട സകല മേഖലകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് നമ്മളെല്ലാവരും അല്പനേരം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ അനുഗ്രഹിക്കണമേ, ദൈവമേ സഹായിക്കണമേ. പൗലോസിലൂടെ, സീലാസിലൂടെ അനുഗ്രഹിച്ച ദൈവം എന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന എന്റെ ദൈവം എന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. എന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു, എന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു, എന്റെ ബിസിനസിനെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് സമൃദ്ധിയായ ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവം എന്നെ ഇന്ന് സമൃദ്ധിയായി അനുഗ്രഹിക്കും. എന്റെ ദൈവം ഇന്നത്തെ ശുശ്രൂഷകളിലൂടെ എന്റെ കുടുംബത്തെ, എന്റെ തലമുറയെ, എന്റെ ജീവിതത്തെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. എന്റെ ദൈവം ഇന്നത്തെ പ്രാർത്ഥനയിലൂടെ, ശുശ്രൂഷകളിലൂടെ എന്റെ ബിസിനസിനെ, എന്റെ കൃഷിയിടങ്ങളെ, എന്റെ വരുമാന മാർഗങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ ദൈവം, ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം എന്നെ, എന്റെ കുടുംബത്തെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ,